ആളുകൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല. അതിനാൽ നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായം മാറ്റാൻ സമയം കളയാതെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം നയിക്കുകയും സന്തോഷവാനായിരിക്കുകയും ചെയ്യുക. നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങളാണ് ഉത്തരവാദി. മറ്റുള്ളവർ നിങ്ങളെ സന്തോഷിപ്പിക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു എങ്കിൽ നിങ്ങൾ എപ്പോഴും നിരാശയിലായിരിക്കും. ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അവരെ കൂടെ കൂട്ടാൻ കഠിനമായി ശ്രമിക്കരുത്. അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നിങ്ങൾ മറ്റുള്ളവരുടെ നന്മ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളിലെ നന്മയാണ് കണ്ടെത്തുന്നത്. മറ്റുള്ളവർക്ക് നല്ലത് ആഗ്രഹിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്കും വന്നു ചേരും. ഇത് പ്രകൃതിയുടെ നിയമമാണ്. നിങ്ങളുടെ ജീവിതത്തെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്. സൂര്യനും ചന്ദ്രനും തമ്മിൽ താരതമ്യം ചെയ്യുന്നത് അർത്ഥശൂന്യമാണ്. കാരണം അവരവരുടെ സമയമാകുമ്പോൾ അവർ തിളങ്ങുന്നു. ഈ ലോകത്തിൽ ഒന്നും സ്ഥിരമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അധികമായി വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം സാഹചര്യം എത്ര മോശമായാലും മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. സ്വപ്നവും ലക്ഷ്യവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സ്വപ്നത്തിന് യാതൊരു പരിശ്രമവുമില്ലാതെ ഉറങ്ങിയാൽ മതി. എന്നാൽ ലക്ഷ്യത്തിന് നിങ്ങൾ ഉറങ്ങാതെ പരിശ്രമിക്കണം. ആരുടെയും മുന്നിൽ നിങ്ങൾ സ്വയം ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം ആർക്കാണോ നിങ്ങളെ വിശ്വാസമുള്ളത് അവരുടെ മുന്നിൽ ന്യായീകരണങ്ങൾ ആവശ്യമില്ല. ആർക്കാണോ നിങ്ങളെ വിശ്വാസമില്ലാത്തത് അവർ നിങ്ങൾ എന്ത് പറഞ്ഞാലും അംഗീകരിക്കുകയുമില്ല. നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഗുണനിലവാരത്തെ നിർണ്ണയിക്കുന്നു. നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ചിന്തകൾക്ക് നിറം പകരുന്നത്. നിങ്ങളുടെ വരുമാനം കുറവാണെങ്കിൽ നിങ്ങൾ ചിലവിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിവുകൾ കുറവാണെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നതിലും നിയന്ത്രണം പാലിക്കേണ്ടതാണ്. ഒരു മോശം കാര്യം കേൾക്കുന്നത് കുറഞ്ഞത് 5 നല്ല ഓർമ്മകളെയെങ്കിലും നശിപ്പിക്കും. മോശം ചിന്തകളിൽ നിന്ന് സ്വയം അകന്നു നിൽക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ച കാര്യം. നമ്മൾ നല്ല നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കരുത്. പകരം നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷത്തെയും നല്ലതാക്കി മാറ്റണം. അവിടെയാണ് നമ്മുടെ വിജയം. നമ്മുടെ മനസ്സ് തൊട്ടറിഞ്ഞവരോട് മാത്രം എല്ലാം തുറന്ന് സംസാരിക്കുക. അല്ലാത്തവരോട് പറഞ്ഞാൽ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മൾ തുറന്നു പറഞ്ഞതൊക്കെ നമുക്കെതിരെയുള്ള ആയുധമായി മാറും. ഇപ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്നത് എന്തുമാവട്ടെ, ഒരു ദിവസം അതും കടന്നുപോകും. ക്ഷമയോടെ കാത്തിരുന്നാൽ തീർച്ചയായും ഒരു ദിവസം മനസ്സും ശരീരവും സമാധാനത്തിലെത്തിച്ചേരും. മനുഷ്യർക്ക് മാറ്റം ഉണ്ടാകുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നുകിൽ അവരുടെ ഹൃദയം തുറക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഹൃദയം തകർക്കപ്പെട്ടിരിക്കുന്നു. മനസ്സിലാക്കി ചേർത്ത് പിടിക്കാൻ ആരും ഉണ്ടാവില്ല. പക്ഷേ മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാകും. ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരും ഓരോ പാഠങ്ങളാണ്. ചിലർ സ്നേഹം എന്തെന്ന് പഠിപ്പിക്കുമ്പോൾ മറ്റു ചിലർ വേദന എന്തെന്ന് പഠിപ്പിക്കുന്നു.